ബിനീഷ് കോടിയേരി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ്. എന്ത് ഇഡിയുടെ പരിശോധനയൊക്കെ ആയാലും ഇത്രയേറെ സമയം അദ്ദേഹത്തെ ഇവിടെ ഒരു തരത്തിൽ അതൊരു ഇഡിയുടെ ഒരു തടങ്കൽ തന്നെ ആയിരുന്നു നമുക്ക് പറയേണ്ടിയില്ലേ? അല്ല, ഇത് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യം അത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി സാഹിബ് ഈ കേസിൽ പ്രതിയല്ല. കേസിൽ പ്രതിയല്ലാത്ത ഒരാളുടെ വീട്ടിൽ അയാളുടെ കുടുംബാംഗം പ്രതിയായിട്ടുള്ള ഒരു കേസിന് വേണ്ടി അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ആകെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്കെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും ഞങ്ങൾ നിങ്ങളുടെ ഇടപെടുക എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം മുമ്പും ചെയ്തിട്ടുള്ള അതേ പാറ്റേണിലാണ് പുതിയ രീതിയിൽ വന്നിട്ട് പിണറായി സാഹിബിനെ അടക്കം ഒരു തടങ്കലിൽ വെച്ചതുപോലത്തുള്ള ഒരു റെയ്ഡ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനോട് ഒരിക്കലും ഐക്യപ്പെട്ടു പോകാനോ അതിനോട് ചേർന്ന് നിന്ന് പോകാനോ പറ്റില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇവിടെ വന്നു ചേർന്നുള്ള സഖാക്കളൊക്കെ തന്നെ ഒരു ആഹ്വാനമില്ലാതെ രാവിലെ ഇവിടെ വന്നു നിന്ന ആളുകളാണ്. അത് എത്തരത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള സമരത്തെ നയിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഇന്നത്തെ ദിവസം മാറിയിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി എന്നൊരു അനുകൂല ഉത്തരവുണ്ട്. അത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബലത്തിലാണ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യനിർവഹണം അവർ ചെയ്തു എന്നാണ് പറയുന്നത്. അല്ല, അതെ, അത് ചെയ്തോട്ടെ. അത് കുടുംബാംഗത്തിനെതിരായിട്ടല്ലേ? കുടുംബാംഗത്തിനെതിരായ ഒരു കേസ്, ആ കേസിൽ പ്രതിയല്ലാത്ത ഒരാളെ തടങ്കലിൽ വെക്കുക. ആ തടങ്കലിൽ വെക്കുന്ന ആൾ ആരാണ്? അദ്ദേഹം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്, CPM-ന്റെ പോൾ ബ്യൂറോ അംഗമാണ്. അങ്ങനെയുള്ള ഒരാളെ തടങ്കലിൽ വെച്ചതുപോലെ തടങ്കലിൽ വെച്ചുകൊണ്ട് റെയ്ഡ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നീതി എവിടെ പോയി നിൽക്കുന്നത്? ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എവിടെ ചെന്ന് നിൽക്കും? ഇത്തരത്തിലാണ് എനിക്ക് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ പ്രതിഷേധിക്കാൻ പറ്റുമോ? ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെയൊക്കെ ആക്രമണം ഉണ്ടായെന്ന് കരുതി അവർ മ്യൂസിയം പോലീസിൽ പരാതിയൊക്കെ കൊടുക്കാൻ പോവുകയാണ്. അല്ല, അതൊക്കെ ഇതിൻ്റെ സ്വാഭാവികമായിട്ട് പ്രതികരണം ഉണ്ടാവില്ലേ? പിണറായി വിജയനെ പോലത്തെ ഒരാളുടെ വീട്ടിൽ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ സഖാക്കളുടെ വൈകാരികതയെ അവരും കൂടി നോക്കണ്ടേ? ഇത്തരത്തിലുള്ള വൈകാരിക പ്രകടനം ഉണ്ടാകുന്ന അവരും കൂടി മനസ്സിലാക്കണ്ടേ? അത് സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. ഒരു തുടർ നീക്കവും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊരു തുടർ നീക്കം എങ്ങനെയാണ്? കാരണം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ആ പ്രതിഷേധം ഇന്നുകൊണ്ട് അവസാനിക്കില്ല, സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധം തുടർ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതെ, അത് അത്തരത്തിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് സഖാക്കളെടുത്ത് അത്തരത്തിലുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു പൂർണ്ണമായൊരു പിന്തുണ ഈ കേസിൽ പൂർണ്ണമായും ഉണ്ടോ? പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണയുള്ളതുകൊണ്ടാണല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിനെ നേരിട്ട് വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഈ കേസ് തുടക്കം മുതൽ വരുമ്പോഴുമൊക്കെ തന്നെയും പല ഭാഗത്തു നിന്ന് പാർട്ടിക്ക് അണികൾക്കിടയിൽ നിന്നും പ്രവർത്തകർക്കിടയിലും അല്ലാതെ ഉയരുന്നൊരു ചോദ്യം, പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ, കേസ് ഉണ്ടായപ്പോൾ പാർട്ടി ഒന്നടങ്കം പൂർണ്ണമായി പിന്തുണ വരുന്നു. മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഈ രീതിയിൽ സമാനമായ ഒരു കേസുണ്ടായപ്പോൾ അത്തരത്തിലൊരു പിന്തുണ ഉണ്ടായില്ല എന്നൊരു വിമർശനമൊക്കെ പല കോണുകളിൽ നിന്ന് അന്നും ഇന്നും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, അത്തരത്തിലൊരു പ്രതികരണം അന്നുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും അതുണ്ടാവാൻ പാടില്ല എന്ന തരത്തിലൊരു നിലപാടെടുക്കണമെന്ന് അല്ല എൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. എൻ്റെ സ്റ്റാൻഡ് ഞാൻ അതിലൊരു വിക്റ്റിമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴും അതുപോലെ ചെയ്യണമെന്ന് പറയുന്ന ഒരു നിലപാടല്ല എൻ്റെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. എൻ്റെ രാഷ്ട്രീയ ബോധം ED എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉപകരണമാണ്. ഭരണകൂടത്തിന് പ്രതിപക്ഷ പാർട്ടികളെ എതിരായിട്ട് നിൽക്കുന്ന ആളുകളെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ടാണ് EDനെ ഉപയോഗിക്കുന്നത്. അതാണ് എൻ്റെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൻ്റെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ആ നിലപാടാണ് ഞാൻ തുടരാൻ പോകുന്നത്.